മൂശെ മൂന്നാം ഞായർ. മത്തായി 8:23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ അവസാനം കർത്താവും ശിഷ്യന്മാരും ഒരു തോണിയിൽ യാത്ര ആരംഭിക്കുകയാണ് ഒരു തടാകത്തിന് മറുകരയിലെത്തുവാൻ. കർത്താവും ശിഷ്യന്മാരും ക്ഷീണിതരായിരുന്നു. ഈശോ അമരത്ത് ഒരു തലയണ വെച്ച് ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് അവിടുന്ന് നല്ല ഉറക്കത്തിലായി. ശിഷ്യന്മാരാകട്ടെ ക്ഷീണം വകവയ്ക്കാതെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ആകാശത്തിൻ്റെ നിറം മാറി, കാറ്റും കോളും വന്നു, കടലിൽ തിരമാലകൾ ഉയർന്നു. അപ്രതീക്ഷിതമായ ഈ സാഹചര്യത്തിൽ അവർ ഭയവിഹ്വലരായി. അവർ കർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അപേക്ഷയോടുകൂടി. കർത്താവ് ഉണർന്ന് ആദ്യമായി ശിഷ്യന്മാരെ ശകാരിച്ചു. അല്പവിശ്വാസികളെ, നിങ്ങളെന്തിന് ഭയപ്പെടുന്നു? പിന്നെ അവിടുന്ന് കാറ്റിനോടും കടലിനോടുമായി സംസാരിച്ചു, ശാന്തമാകുക. അപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. അവർ പറഞ്ഞു, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ്? ആ ചോദ്യത്തിലൂടെ അവർ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം തേടുകയായിരുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ തോണിയിലെ അവസ്ഥ ഭാവനാവിഷയമാക്കാവുന്നതാണ്. കർത്താവിനോട് ഇത്ര അടുപ്പം അനുഭവിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു സാഹചര്യവും അവർക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അത്ര സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിച്ച ഒരു നിമിഷം കർത്താവിനും അതുവരെ ഉണ്ടായിക്കാണുകയില്ല. അമരത്ത് തലയണ വെച്ച് അവിടുന്ന് ഉറങ്ങുകയായിരുന്നുവെന്ന് മർക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നു. അത്ര സുഖകരമായ ഉറക്കം. കാറ്റും കോളും തോണിയെ ഒലിച്ചിട്ടും ഉറക്കം കെടാത്ത ശാന്തതയിലായിരുന്നു അവിടുന്ന്. എന്നാൽ ശിഷ്യന്മാരാകട്ടെ കർത്താവ് തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ടും അസ്വസ്ഥരായി. കർത്താവീശോയിൽ ഉറങ്ങുന്ന ദൈവശക്തിയെ അവർ അടുത്തറിഞ്ഞില്ല. എങ്കിലും തങ്ങൾക്ക് രക്ഷാകവചം ഒരുക്കുവാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് ഉള്ളിൽ ഉറച്ചുകൊണ്ട് അവർ അവിടുത്തെ വിളിച്ചുണർത്തി. അവരിലെ ചെറിയ വിശ്വാസമാണ് അതിനവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ ആ വിശ്വാസം ഇനിയും വളരാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവ് അവരെ ശകാരിച്ചു. അല്പവിശ്വാസികളെ എന്ന് അവരെ വിളിച്ചു. അവരുടെ വിശ്വാസം അതുവരെയും ഉള്ളിനെ ശാന്തമാക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമായി വളർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എന്ന് സുവിശേഷം പറയുന്നു. അവയോട് അവിടുന്ന് സംസാരിച്ചു എന്നർത്ഥം. വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥൻ അവയോട് സംസാരിക്കുന്നത് പോലെ അവ അവിടുത്തെ അനുസരിച്ചു. സൃഷ്ടവസ്തുക്കൾ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞു, അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞു. പ്രകൃതി ആകമാനം ദൈവത്തിൻ്റെ ലീലാവിലാസമാണ് വെളിവാക്കുന്നത് എന്ന് വീണ്ടും ശാന്തത കൈവരിച്ച ശിഷ്യന്മാർക്ക് മനസ്സിലായി. നിർജീവം എന്ന് കരുതപ്പെടുന്ന പ്രകൃതി പോലും ദൈവസ്വരം ശ്രമിക്കുന്നു, അതനുസരിക്കുന്നു എന്ന സത്യം നമ്മിൽ വിശ്വാസത്തെ ഉണർത്തേണ്ടതാണ്. പ്രകൃതിയോട് വിശ്വാസത്തോടെ സംവാദിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് നമുക്കതിന് മാതൃകയാണ്. വിശുദ്ധ അഗസ്തീനോസും താത്വികമായ ഭാവനയോടുകൂടി പ്രകൃതി ശക്തികളോട് സംസാരിച്ചിട്ടുണ്ട്. നീ എന്നും നിങ്ങളെന്നും വിളിക്കപ്പെടുവാൻ തനിമയും വ്യക്തിത്വവും എല്ലാറ്റിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടു. കർത്താവിൻ്റെ മനോഭാവത്തെ അഗസ്റ്റിനും ഫ്രാൻസിസും പിൻചൊല്ലുകയായിരുന്നു. ആകാശത്തിലെ പറവകളെയും കാറ്റിനെയും മഴയെയും കരയെയും കടലിനെയും മനുഷ്യർക്ക് അകമ്പടി സേവിക്കുന്ന ദൈവിക സാന്നിധ്യമായി അവിടുന്ന് പ്രഘോഷണ വിഷയമാക്കി. നമുക്കും എത്തിച്ചേരാവുന്നതും എത്തിച്ചേരേണ്ടതുമായ ആത്മീയ തലങ്ങളാണവ. പ്രകൃതി ശക്തികളോടുള്ള സംഭാഷണത്തിൽ പ്രാർത്ഥനയും സ്തുതിപ്പുമുണ്ട്. ദൈവസാന്നിധ്യത്തിൻ്റെ ആഴവും പരപ്പും അത് വെളിവാക്കുന്ന ദൈവപരിപാലനയും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. പ്രകൃതി അപകടകാരി എന്ന് നമുക്ക് അനുഭവപ്പെടുമ്പോൾ ദൈവം അമരത്തുറങ്ങുന്ന തോണിയാണ് നമ്മൾ എന്ന ബോധ്യം നമ്മിൽ ഉളവാക്കുന്നു. അങ്ങിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടികളോടും സമരസപ്പെടുന്നതിൻ്റെ അനുഭവമാണ് സമാധാനം. ബാഹ്യമെന്ന പോലെ വിശാലമായ ഒരു ലോകം നമുക്കുള്ളിലുമുണ്ട്. അവിടെ ആന്തരിക ശക്തികളുടെ കോളിളക്കം ഉണ്ടാകാറുണ്ട്. അമരത്തുറങ്ങുന്ന ദൈവിക സാന്നിധ്യത്തെ ഹൃദയം തേടുമ്പോഴാണ് അത് പ്രാർത്ഥനയാകുന്നത്. ഉള്ളിൻ്റെ ഉള്ളായ ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതയ്ക്ക് അവസാനമുണ്ടാകുന്നത്. നമ്മൾ നമുക്ക് വെളിയിലുള്ളവരോട് നിരന്തരം സംഭാഷണത്തിലാണ്. ഭാഷ പോലും അതിനുവേണ്ടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും അതിനുമപ്പുറം സകല സൃഷ്ടിജാലങ്ങളിലും അന്തർലീനമായിരിക്കുന്ന നീ, ദൗ എന്ന ഭാവം ദൈവത്തിൻ്റേതാണെന്ന ഉൾക്കാഴ്ചയിലെത്തുന്നതുവരെ നമ്മൾ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ നമ്മെത്തന്നെയും. ഗോഡ് ഈസ് ദ അബ്സല്യൂട്ട് ദൗ ഹു കോൾസ് അസ് ഫ്രം വിതിൻ
എല്ലാറ്റിനും ഒരു ഉള്ളുണ്ട്, എ വിസിൻ. അതിൽ ദൈവസാന്നിധ്യവും ഉണ്ട്. ഈ അറിവാണ് വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. എന്നെങ്കിലും നമ്മൾ അതിലേക്ക് മടങ്ങിയെത്തണം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം പൂർത്തിയാകുവാൻ പോകുന്നു എന്ന ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുമ്പോൾ എന്നെങ്കിലും നമുക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. അതിനോട് വിട പറയുന്നതോടൊപ്പം ഉള്ളിൽ ഉള്ളവയോടുള്ള സംഭാഷണം നമ്മൾ ആരംഭിക്കുവാൻ തുടങ്ങും. അതിന് മരണം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഉള്ളിലൊരു പുതുപ്പിറവി, പുതിയൊരു സൂര്യോദയം നമ്മൾ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ ആന്തരിക സംഭാഷണത്തിന് വേദിയൊരുങ്ങും. ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കണ്ടെത്തലാണത്, ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. പിന്നെയെല്ലാം അവിടുത്തെ സാന്നിധ്യത്തിലാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മിൽ സംഭവിക്കുന്ന അവസാന രൂപാന്തരീകരണം, ദി അൾട്ടിമേറ്റ് ട്രാൻസ്ഫോർമേഷൻ.